പ്രഥമമായി അഭിവാദ്യം ചെയ്യാം. കബീർ സാഹിബ് പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ പങ്കെടുത്തത്. ഒന്ന്, റഹ്മാൻ ബാഫഖി തങ്ങളെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങാണ്. രണ്ട്, ബഹുമാന്യനായ കബീർ സാഹിബിന് തങ്ങളുടെ പേരിൽ ആദരിക്കപ്പെടുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. ബഹുമാനപ്പെട്ട തങ്ങളെ ആധുനികമായ കാലത്ത്, പുതിയ കാലത്ത് വായിക്കപ്പെടേണ്ടുന്ന ഒരാളാണ്. ഒരുപാട് അർത്ഥത്തിൽ ഒരു ഫാഷിസ്റ്റ് കാലത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മതേതര വിശ്വാസികളുടെ, രാജ്യസ്നേഹികളുടെ, ഇരയാക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങളുടെയൊക്കെ കൂട്ടായ്മകൾ ഉണ്ടാവണം. പക്ഷേ ആ കൂട്ടായ്മകൾ ദീർഘവീക്ഷണത്തോടുകൂടി നേരത്തെ തന്നെ പ്രവചിക്കുകയും അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് ബാഫഖി തങ്ങൾ. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ ജനകീയമാക്കിയ ഒരു പരിഷ്കർത്താവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരുപാട് ചലനങ്ങൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, പുതിയ തലമുറയിലെ കുട്ടികൾ വായിക്കപ്പെടാതെ പോയിട്ടുള്ള, ശ്രദ്ധിക്കപ്പെടാത്ത പോലെ, വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു വലിയ നേതാവാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ഈ സമുദായം എന്ന് പറയുന്നത്, ഉമ്മത്ത് എന്ന് പറയുന്ന ഒരു പരികൽപ്പന തങ്ങൾ കേരളത്തിൽ വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സുന്നി നേതാവ് എന്ന നിലക്ക് തൻ്റെ അതിശക്തമായ ആഭിമുഖ്യം പുലർത്തുമ്പോൾ തന്നെ, ഒരു സുന്നിയായി നിന്നുകൊണ്ട് തന്നെ, അതിനകത്ത് വിട്ടുവീഴ്ചയില്ലാതെ നിന്നുകൊണ്ട്, സമുദായം എന്ന് പറയുന്ന ഒരു പരികൽപ്പനയെ അതിശക്തമായി ഉയർത്തിക്കൊണ്ടുവന്നതായിരുന്നു ഞാൻ കാണുന്ന ബാഫഖി തങ്ങളുടെ പുതിയ കാലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഞാൻ വിചാരിക്കുന്നു. ആധുനികതയിലേക്ക് സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരാൾ. ഒരു ഉദാഹരണം ഞാൻ പറയും. ഈ നമ്മളുടെ അഭിവന്യരായ പണ്ഡിത നേതൃത്വമുണ്ട്. സാമുദായികമായി ഇസ്ലാമിനകത്തുള്ള നിരന്തരമായ ചർച്ചകളിൽ വ്യാപൃതരായി നിൽക്കുന്ന ഈ സമൂഹം, ഈ പണ്ഡിത സമൂഹം, സമൂഹത്തിനകത്തുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്ന ആളുകൾ സൂക്ഷ്മത കൊണ്ട് പതറി നിൽക്കുന്ന ചില ഘട്ടങ്ങളുണ്ടാവും. നിഷേധിക്കാൻ നമുക്കാവില്ല. പക്ഷെ സൂക്ഷ്മത അനിവാര്യമായ ഘട്ടങ്ങളുണ്ടാകും ഇതിൻ്റെ ഓരോ മുഹൂർത്തങ്ങളിലും. അവിടെ നിശ്ചലമായി പോകുന്ന സമുദായത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു നേതാവ് അനിവാര്യമാണ്. അങ്ങനെ ഒരു നേതാവ് സമുദായത്തിന് അവതരിച്ച ഒരാൾ ബാഫഖി തങ്ങളാണ്. ഉദാഹരണം, സമസ്തയുടെ മദ്രസ സംവിധാനം രാജ്യത്ത് ആരംഭിക്കുന്ന സമയത്ത് പണ്ഡിത സമൂഹത്തിനുണ്ടായിരുന്ന ഒരു ആശങ്കയുണ്ട്, ഒരു ഇഷ്കാലുണ്ട്. കാരണം ഈ മദ്രസയിൽ ബോർഡിൽ വിശുദ്ധ ഖുർആൻ വചനങ്ങൾ ചോക്കിലെഴുതുന്ന സമയത്ത് അതിൻ്റെ ചോക്കുപൊടി താഴെ വീണ് ചവിട്ടിപ്പോയാൽ അതിനെക്കുറിച്ച് ആശങ്കയും വേവലാതിയും തെറ്റാണെന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല. പക്ഷെ അവിടെ നിൽക്കാൻ സമുദായത്തിന് പറ്റില്ല. ആ സൂക്ഷ്മത കൊണ്ട് പതറി നിൽക്കപ്പെടുന്ന സമുദായത്തിന് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മുമ്പിൽ നിന്ന് നമുക്ക് മുമ്പോട്ട് പോകണം എന്ന് പറഞ്ഞു കൊടുത്ത ധൈര്യമാണ് ഒരുപക്ഷെ മദ്രസ സംവിധാനം കേരളക്കരയിൽ ഉണ്ടായതിൻ്റെ പിറകിലുള്ള ഒരു കാര്യം.
ഈ ആധുനികതയെ നിരാകരിച്ചുകൊണ്ട് നമുക്ക് മുമ്പ് നിൽക്കാൻ പറ്റില്ല. അത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ആധുനികതയുടെ മുമ്പിൽ നമ്മളുടെ ഏതു തരത്തിലുള്ള സൂക്ഷ്മതയുടെ മുമ്പിലും പതറി നിൽക്കുന്നതിനപ്പുറം ചലിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. പ്രായോഗികമായി ദീനിൻ്റെ അടിസ്ഥാനത്തിൽ തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ ആശയങ്ങൾ രൂപീകരിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ബാധ്യത, ഉത്തരവാദിത്വം, അത് ചെറിയ കാര്യമല്ല. ഇപ്പം ഈ പഠിച്ച ഇബാറത്തുകൾ മാത്രം മതിയാവില്ല, സെൻറ്റൻസുകൾ മാത്രം മതിയാവില്ല. പഠിച്ച സെൻറ്റൻസുകളുടെ അപ്പുറത്ത് വായിക്കാത്ത സെൻറ്റൻസുകൾ ഉണ്ടാവും, വിട്ടുപോയ സെൻറ്റൻസുകൾ ഉണ്ടാവും, മനനങ്ങൾ ആവശ്യമുള്ള സെൻറ്റൻസുകൾ ഉണ്ടാവും. ഇതിനെ പൂരിപ്പിക്കാനാവുക എന്ന് പറയുന്നത് പണ്ഡിതോചിതമായി നിൽക്കുന്ന ഒരു നേതൃത്വത്തിന് സാധിക്കുന്ന കാര്യമാണ്. അതിന് കഴിഞ്ഞിരുന്നു സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾക്ക്. അതുകൊണ്ടാണ് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ നേതാക്കന്മാരുടെയും നേതാവ് എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. അതിന് കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വലിയ ചർച്ച സമുദായത്തിനകത്ത് വന്നു, ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നു, അവയവമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നു. ഈ ചർച്ചകൾ വരാതെ സമുദായത്തിന് നിൽക്കാൻ കഴിയും? സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളെ ഇത്തരമൊരു പതറി നിൽക്കുന്ന ഘട്ടത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിനെ ഇന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നമുക്ക് നിരാകരിക്കാനാവില്ല. നമ്മളതിനെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പോകുന്ന സഞ്ചരിക്കുന്ന വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാതെ തെരുവിലിറക്കാൻ പറ്റില്ല. നിയമമാണ്, നിൽക്കുന്ന രാജ്യത്തെ നിയമമാണ്. നിയമത്തിനനുസരിച്ച് ദീനിനെ വളച്ചൊടിക്കുക എന്നുള്ളതല്ല, കാലോചിതമായി ദീനിനെ വായിക്കാൻ കഴിയാൻ ഉണ്ടല്ലോ. ചർച്ചകൾ നടക്കുന്നു സമൂഹത്തിൽ, സമുദായത്തിനകത്ത് നടക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കെട്ടിക്കിടക്കാതെ പോവുക സമുദായം, ചലനങ്ങൾ നിലച്ച തരത്തിൽ നിൽക്കാതെ നിൽക്കുക. എത്രയൊക്കെ വിചാരിച്ചാലും നമ്മൾ നിന്നാലും കാലം മുന്നോട്ട് പോകും. ഞാൻ ബഹുമാനപ്പെട്ട കബീർ സാഹിബ് ഉണ്ടായിരുന്നു. വഫിയകളുടെ പരിപാടികൾ കൊച്ചിയിൽ നടക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഈ ആധുനിക കാലത്തെ ഇപ്പം ഹക്കീം ഉസ്താദ് അല്ലെങ്കിൽ സമസ്ത ഒരു വലിയ തലമുറയെ പുറത്തു വിട്ടല്ലോ, അത് കഴിഞ്ഞു. അവർക്ക് അവിടെ നിൽക്കുന്നില്ല. നമ്മളിപ്പോൾ ഗൂഗിളിൽ നിന്ന് പോയി ചാറ്റ് GPT വന്ന്, ചാറ്റ് GPT നിന്ന് പോയി 0.3 വന്നു, 0.2 വന്നില്ല, 0.3 വന്നു. ലാർജ് ലേണിംഗ് കാലം വരികയാണ്. ഇപ്പം ഈ നൂറ ചിപ്പ് എന്ന് പറയുന്നൊരു ചിപ്പുണ്ട്, ഇലോൺ മസ്കിൻ്റെ ചിപ്പാണ്, അദ്ദേഹം കണ്ടുപിടിച്ചതാണ്. അദ്ദേഹം ഇപ്പം ഒരു മൗസ് എൻ്റെ തലച്ചോറിൽ എനിക്ക് ചലിക്കാൻ കഴിയണില്ലെങ്കിൽ നൂറ ചിപ്പ് വെച്ചാൽ എൻ്റെ മനസ്സിങ്ങനെ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് അവിടേക്ക് മൗസ് പോകട്ടെ എന്ന് പറഞ്ഞാൽ അതങ്ങ് പോകും. എൻ്റെ തലച്ചോറിന് റീഡ് ചെയ്യാൻ മറ്റൊരാൾക്ക് കഴിയും. അപ്പം നിങ്ങളുടെ അടുത്തൊക്കെ ഇപ്പം നൂറ ചിപ്പ് വെച്ചിട്ട് മൂന്നാലാളെ വെച്ചാൽ, ഇപ്പം അധ്യക്ഷൻ്റെ കയ്യിൽ നൂറ ചിപ്പ് വെച്ചിട്ട് ഞാനിവിടെ ഇരുന്നാൽ അധ്യക്ഷൻ ഇപ്പം മനസ്സിൽ പറയാണ്, ഇത് കഴിഞ്ഞിട്ട് വേണമെന്ന് പോകാനോ വീട്ടിൽ പോകാനോ 3-4 ദിവസമായിട്ട് തുടങ്ങിയതാണ് പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവും. അപ്പം നൂറ ചിപ്പ് വേറൊരാളുടെ തലച്ചോറിനെ വായിക്കാൻ പറ്റും. അപ്പം ഞാൻ ഹക്കീം ഉസ്താദിനോട് ചോദിച്ചത്, ഇപ്പോൾ ഹാഫിൽ ആവുക എന്ന് പറയുന്നത് വലിയൊരു പദ്ധതിയല്ലേ, വലിയൊരു പഠനം, ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഇലോൺ മസ്കിനോട് ഹാഫിൽ ആവുന്ന ഒരു ചിപ്പ്, ഒരു 100 ചിപ്പ് ഓർഡർ ചെയ്തിട്ട് കുട്ടികളെ തലയിൽ പിടിപ്പിച്ചാൽ അവർ ഹാഫിൽ ആവും. അതാവും, റിയലാണ്. ധാർമ്മികത പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾ ധാർമ്മികതയെ ഒരു ചിപ്പാക്കി നൂറ ചിപ്പിൻ്റെ പുതിയ വെർഷനായിട്ട് കുട്ടികളെ തലച്ചോറിൽ വെച്ചാൽ ആവും. സയൻസാണ്. ഇതിൻ്റെ ഫിഖ് എന്താണ്? നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് ലോകത്ത് നടക്കുമല്ലോ. അപ്പം ഒരു വിശ്വാസം, മതം, രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് ചലനം നിർത്തിവെച്ച് നിൽക്കേണ്ടുന്ന ഒന്നല്ല. നിരന്തരമായ മനനങ്ങൾ, ചർച്ചകൾ നടക്കേണ്ടതാണ്. അവിടെ ഒരു സമുദായം പതറി നിൽക്കുമ്പോൾ അവർക്ക് കാലോചിതമായ നേതൃത്വം, ഇപ്പോൾ നേതൃത്വം കൊടുത്തിരുന്ന ഒരാളാണ് ബാഫക്കി തങ്ങൾ. ഇപ്പോൾ VK കുഞ്ഞമ്മദ് മാഷ്, ബഹുമാനപ്പെട്ട കബീർ സാഹിബിന്, മുനീർ സാഹിബിനൊക്കെ അറിയാവുന്ന, ഒരു പക്ഷേ നാദാപുരം ഭാഗത്തുള്ളവർക്ക് അറിയുന്നവർക്കൊക്കെ അറിയാം. അദ്ദേഹം ബാഫക്കി തങ്ങളുടെയും CH മുഹമ്മദ് കോയ സാഹിബിൻ്റെയും ഏറ്റവും അടുത്ത ഒരാളാണ്. അദ്ദേഹം
ആ കാലത്ത് ഒരു പക്ഷേ നമ്മൾ ഷാദുൽ സാഹിബിനെക്കാളും പനാടത്തിൻ്റെയൊക്കെ ലീഡറായിരുന്ന ഒരാളാണ്, വലിയ നേതാവ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് CH ബാഫക്കി തങ്ങളെക്കുറിച്ച്. ഇപ്പം EMSൻ്റെ ലേഖനം പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു രീതിയല്ല ബാഫക്കി തങ്ങൾക്ക്. അദ്ദേഹത്തിൻ്റെ പൊതുവേ അങ്ങനെയാണല്ലോ, കമ്മ്യൂണിസ്റ്റുകൾ വർത്താനം പറഞ്ഞാൽ ഓർക്ക് തന്നെ മനസ്സിലാവില്ല എന്നുള്ളതാണ്. അവസാനം പറയണ്ടല്ലോ, നിങ്ങൾ എങ്ങനെയാണ് തോറ്റതെന്ന് സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ മതി എന്ന് സന്ദേശത്തിൽ ചോദിക്കണം, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം അതുപോലെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭാഷ എന്ന് പറയുന്നത്. പക്ഷേ ബാഫക്കി തങ്ങൾക്ക് കുഞ്ഞമ്മദ് മാഷ് പറയുന്നുണ്ട്, ഇത് വായിച്ചു കൊടുത്താൽ, EMS എഴുതുന്നൊരു ലേഖനം വായിച്ചു കൊടുത്താൽ സ്പോണ്ടേനിയസ് ആയിട്ട് അതിൻ്റെ ഒരു മറുമരുന്ന് ബാഫക്കി തങ്ങൾ പ്രഖ്യാപിക്കും. അതാണ് ലീഗിൻ്റെ പിറ്റേ ദിവസം വരുന്ന കാര്യം. അപ്പോൾ ബാഫക്കി തങ്ങളുടെ കയ്യിൽ നിന്ന് അതിനുള്ള മറുപടി, അങ്ങനെ എന്താ ഒരു പ്രതികരണ ബുദ്ധി, ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനായിരുന്നു ബാഫക്കി തങ്ങൾ എന്നാണ് കുഞ്ഞമ്മദ് മാഷ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നത്. പ്രതിയോഗികളെ നേരിടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുക, അതൊരു അപാരമായ കപ്പാസിറ്റി. മറ്റൊരു കപ്പാസിറ്റി ബാഫക്കി തങ്ങൾക്കുണ്ടായിരുന്നു, സമുദായത്തെ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി. സമുദായത്തിൻ്റെ ശത്രുക്കളെ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ അത്ര വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ സമുദായത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അവരെ ലീഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, സമുദായത്തിൻ്റെ ഒരു മൊബിലിറ്റി എപ്പോഴും അതിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ബാഫക്കി തങ്ങൾ ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു. എല്ലാവരും പറയണ ഒരു ലീഡർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക, അങ്ങനെയല്ല. സമസ്തയെ കൊണ്ട് മദ്രസകൾ ഉണ്ടാക്കി വെച്ചു. സമസ്തയെ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി മദ്രസകൾ ഉണ്ടാക്കി. മുസ്ലിം ലീഗിനെ അധികാര പങ്കാളിത്തത്തിലേക്ക് കൊണ്ടുവന്നു. CH മുഹമ്മദ് കോയ സാഹിബിനെ മത്സരിപ്പിച്ച് അപ്പുറത്തുണ്ടായിരുന്ന ബാഫക്കി തങ്ങൾ ഇപ്പുറത്ത് വന്ന് CHനെ ജയിപ്പിച്ചു. ബാഫക്കി തങ്ങളെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ തിരുവള്ളൂരിൽ ചെന്നിട്ട് അവിടെ പള്ളിയില്ല. ബാഫക്കി തങ്ങൾ എല്ലാവരെയും വിളിച്ചു കൂട്ടി ചോദിച്ചു, എന്താ ഇവിടെ പള്ളിയില്ലാത്തത്, എന്താ നിങ്ങളൊക്കെ നോക്കിക്കേണ്ടത്, പള്ളി വേണ്ട ഇവിടെ? ഒരുപാട് മുസ്ലിങ്ങൾ പാർക്കുന്ന പ്രദേശമാണ്. അവിടെ നിന്നിട്ട് ആ പള്ളി ഉണ്ടാക്കാനുള്ള പ്രയത്നം അവരെ കൊണ്ട് നടത്തിപ്പിച്ചു ബാഫക്കി തങ്ങൾ. മദ്രസകൾ ഉണ്ടാക്കാൻ, സ്കൂളുകൾ ഉണ്ടാക്കാൻ, നേരത്തെ മുനീർ സാഹിബൊക്കെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കാൻ, എല്ലാത്തിനും ഒരു ആക്ടിവിസ്റ്റായിരുന്നു. ഒരു ലീഡർ എന്ന് പറയുമ്പോൾ എല്ലാം തികഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ, അല്ലാതെ അതിൻ്റെ മുമ്പിൽ എല്ലാം വരുന്നതിൻ്റെ മുമ്പിൽ നിൽക്കുകയല്ല, വരാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ ജാമിയ നൂരിയ അതിൻ്റെ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ഫാറൂഖ് കോളേജ്, നമ്മൾ സീതി സാഹിബിനെ കുറിച്ച് കേൾക്കാറുണ്ട്, അദ്ദേഹം ആണ് അതിൻ്റെ യഥാർത്ഥ ഉപജ്ഞാതാവ്. പക്ഷേ അതിൻ്റെ പിറകിൽ ബാഫക്കി തങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം ഈ PSP സഖ്യത്തെക്കുറിച്ച് നേരത്തെ കബീർ സാഹിബും അതുപോലെ തന്നെ തങ്ങളും ഒക്കെ പറഞ്ഞിരുന്ന PSP സഖ്യത്തെക്കുറിച്ച്, അത് അദ്ദേഹത്തിൻ്റെ വേറെ ഒരു കബീർ സാഹിബ് പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഒരിക്കൽ MC വടകര പറഞ്ഞൊരു കാര്യമുണ്ട്. ബാഫക്കി തങ്ങൾ വടകരയിൽ വെച്ച് പ്രസംഗിക്കുകയാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിരുന്നു, അവിടെ ഹിന്ദു പാനിയാണ്, മുസ്ലിം പാനിയാണ്. കേരളത്തിൽ അങ്ങനെയല്ലല്ലോ. ഡോക്ടർ KB മേനോൻ അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്, അങ്ങനെയല്ലല്ലോ, കാരണം നമ്മളിവിടെ ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തെക്കാൾ കൂടുതൽ ഈ രാഷ്ട്രീയ സഖ്യം ഉണ്ടാവേണ്ടത് നോർത്ത് ഇന്ത്യയിലാണ്. കബീർ സാഹിബ് നേരത്തെ പറഞ്ഞു ആ ഒരു ദീർഘവീക്ഷണത്തെക്കുറിച്ച്. പിറ്റേ ദിവസം ചന്ദ്രികയിൽ MC പറയുന്നു, ഞാൻ ആ പ്രസംഗത്തെ റിപ്പോർട്ട് ചെയ്തത് PSP ലീഗ് സഖ്യം ദേശീയ തലത്തിൽ വരണം എന്ന ബാഫക്കി തങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ്. ഒരു ദീർഘവീക്ഷണത്തോടെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനോട് അളവറ്റ സ്നേഹം, അളവറ്റ ബഹുമാനം, ഖായിദ മില്ലത്തിനോട് ചോദിക്കാതെ ഒരു കാര്യവും ബാഫക്കി തങ്ങൾ ചെയ്യുമായിരുന്നില്ല എന്ന് അന്ന് അറിയുന്ന ആളുകൾ പറയുന്നുണ്ട്. ഇപ്പം സപ്തകക്ഷി മുന്നണി തകരുന്ന ഒരു കാലത്ത് ഒരിക്കൽ ബാഫക്കി തങ്ങൾ മദ്രാസിലേക്ക് പോവുകയാണ്. ഇന്ദിരാഗാന്ധി അന്ന് ചെന്നൈയിലുണ്ട്. AKG അന്ന് ഈ സ്ഥിരമായ ഒരു കമ്മ്യൂണിസ്റ്റ് കുത്തിത്തിരിപ്പ് പോലെ AKG എന്ന് പറഞ്ഞു, കക്ഷി മുന്നണിയെ തകർക്കാൻ ബാഫക്കി തങ്ങൾ ഇന്ദിരാഗാന്ധിയുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മദ്രാസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അതിന് ബാഫക്കി തങ്ങൾ പറയുന്നൊരു മറുപടിയുണ്ട്, ഞാൻ എൻ്റെ നേതാവിനെ കാണാൻ വേണ്ടി പോവാണ്. ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ചെന്നൈയിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നേതാക്കന്മാരുടെയും നേതാവായ ബാഫക്കി തങ്ങളുടെ വാക്കാണ്, ഞാൻ എൻ്റെ നേതാവിനെ കാണാൻ പോവാണ്. അവിടെ പോയിട്ട്
ഇസ്മായിൽ സാഹിബ് സപ്തകക്ഷി മുന്നണി തുടരണമെന്ന് പറഞ്ഞാൽ ഞങ്ങളതിലുണ്ടാവും, ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളതിലുണ്ടാവില്ല എന്ന് ബാഫക്കി തങ്ങൾ പറയുന്ന ഒരു 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 വാക്കുണ്ട്. ഞങ്ങളത് ഒഴിവാക്കണമെങ്കിൽ, പക്ഷേ അത് പറയേണ്ടത് ഞങ്ങളുടെ നേതാവാണ്. ഒരിക്കൽ കെ മുഹമ്മദ് സാഹിബിൻ്റെ ഒരു കുറിപ്പ് ഞാൻ വായിച്ചിരുന്നു ബാഫക്കി തങ്ങളെ കുറിച്ച്. കെ മുഹമ്മദ് സാഹിബ് ഒരിക്കൽ ബാഫക്കി തങ്ങൾ അദ്ദേഹത്തോട് ചന്ദ്രികയിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ചന്ദ്രികൻ്റെ ചുമതല ഉണ്ടായിരുന്നു കെക്ക്. അപ്പം ചെന്നപ്പോൾ ഇന്നത്തെ പത്രം ഒന്ന് വായിച്ചേ എന്ന് പറഞ്ഞു കെനോട്. അപ്പം കെയുടെ ടെൻഷൻ എന്തായെന്ന് വെച്ചാൽ തലേ ദിവസം ബാഫക്കി തങ്ങൾ കുറ്റിച്ചറയിൽ പ്രസംഗിച്ച വാർത്ത കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഏകദേശം പ്രസംഗം അവസാനിക്കുമ്പോൾ ഒരു 11:30 മണിയായിരിക്കും രാത്രി. പിറ്റേന്ന് ചന്ദ്രികയിലില്ല. ആ ടെൻഷനിലാണ് കേൾക്കേണ്ടത്. അപ്പം കേക്ക് പറഞ്ഞു, വായിക്കാൻ പറഞ്ഞപ്പോൾ വായിച്ചപ്പോൾ 6 വാർത്ത ബാഫക്കി തങ്ങളെ കുറിച്ചുണ്ട്. എന്നിട്ട് കേക്കിനോട് ചോദിച്ചു അത്രേ ബാഫക്കി തങ്ങൾ, എൻ്റെ വാർത്ത മാത്രം കൊടുക്കാനാ ചന്ദ്രിക, വേറെ വാർത്ത ഒന്നും വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എൻ്റെ തലയില്ല, എൻ്റെ വാലില്ല, എൻ്റെ പേരില്ല, അല്ലേ KMCC-കാര? ആലോചിച്ച് നോക്കണം, അല്ലേ ലീഗുകാര? ബാഫക്കി തങ്ങൾ ചോദിക്കുകയാണ്, എൻ്റെ വാർത്ത മാത്രം കൊടുക്കാനാ ചന്ദ്രിക? കേക്ക് പറയുന്നുണ്ട്, ഞാൻ വിറച്ചുപോയി. ഞാൻ വിചാരിക്കുന്ന ഒരു പ്രതികരണം അല്ലല്ലോ വന്നത്. നമ്മൾ കാണാതെ, ഞാനതാ പറഞ്ഞത്, ഒരു വിപ്ലവകാരിയായിട്ട് ഇപ്പൊ CH-നെ തങ്ങൾ എത്ര ദീർഘവീക്ഷണത്തോടു കൂടി CH-നെ വളർത്തുന്നത്. നേരത്തെ പ്രൊഫസർ അബ്ദുള്ള സാഹിബിനെ വളർത്തുന്നത്. ആളുകളെ ഒബ്സർവ് ചെയ്യുക. ഏത് കാലത്താണ് പിരിവ് കൊടുക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ വരാത്ത കാലത്താണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റെടുക്കുന്നത്, സ്കോളർഷിപ്പ് ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കാത്ത കാലമാണ്. 1 ലക്ഷം 2 ലക്ഷം 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ ആഘോഷമൊന്നും ഇല്ലാത്ത കാലത്ത്, ഒരു മനുഷ്യനും അറിയാത്ത കാലത്ത് ആളുകളെ ഒബ്സർവ് ചെയ്തിട്ട് അവരെ പഠിപ്പിച്ച് വളർത്തിയെടുത്ത് സ്വന്തം പണത്തിൽ നിന്ന്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു മനുഷ്യന് ജീവിതത്തിൽ അവസാനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജീവിതം നിന്നു പോകുമ്പോൾ നമുക്ക് അള്ളാഹുവിനോട് പറയാൻ മാത്രമായിട്ട് എന്തെങ്കിലും വേണമെന്ന് ഈ സോഷ്യൽ മീഡിയ കാലത്ത് നിങ്ങളൊക്കെ ഓർപ്പിക്കണം. നമ്മൾ തലോടിയാൽ മതി, നമ്മളൊരാളോട് ഒരു നല്ല വാക്ക് പറഞ്ഞാൽ മതി, നമ്മളൊരാളെ സഹായിക്കേണ്ട ഘട്ടത്തിൽ അയാളുടെ അഭിമാനത്തിന് ക്ഷതമില്ലാതെ കൂടെ നിന്നു കൊടുത്താൽ മതി. ഇതൊന്നുമില്ലാത്ത കാലത്ത് എത്രയോ വർഷം കഴിഞ്ഞിട്ട് ബാഫക്കി തങ്ങളെ നമ്മൾ ഈ രാത്രിയിൽ ഇരുന്ന് ആലോചിക്കുന്നത് അങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് അങ്ങനെ പറഞ്ഞു പോയാൽ പോരാ, അതിന് കഴിയണം. ഇപ്പോൾ ഓരോരുത്തരെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇന്ന് കണ്ടെത്തുന്നില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ CH മുഹമ്മദ് കോയ സാഹിബ്, ഇപ്പോൾ UA ഖാദർ, മലയാളത്തിൻ്റെ അനുഗ്രഹീതനായിട്ടുള്ള എഴുത്തുകാരൻ UA ഖാദർ, അദ്ദേഹത്തിനൊരു മലയാളി മുഖല്യാലോ, നിങ്ങൾക്കറിയാലോ. UA ഖാദർ, അദ്ദേഹത്തിൻ്റെ പിതാവ് ഉമ്മ ബർമ്മക്കാരിയാണ്. UA ഖാദറിൻ്റെ വാപ്പ 2ാമത് കല്യാണം കഴിക്കുന്ന ഒരു ബർമ്മക്കാരിനെയാണ്. അങ്ങനെയാണ് UA ഖാദറിൻ്റെ മുഖത്തിനൊരു മംഗോളിയൻ, അവന് അങ്ങനെ ഒരു ഫേസാണ്, മലയാളി മുഖമില്ല. സ്കൂളിലൊക്കെ പോയാൽ കുട്ടികൾ കളിയാക്കും, ഭയങ്കരമായ ബോഡി ഷേമിംഗ് ആണ്. അദ്ദേഹം ഒരിക്കൽ ഒരു കല്യാണത്തിന് പുതിയാപ്പളൻ്റെ കൂടെ പോകാൻ ശ്രമിച്ചപ്പോൾ ഈ മുഖമായി വേണ്ട എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ വണ്ടിയിൽ കയറ്റിയില്ല. അവിടെ ഇങ്ങനെ നിരാശനായി നിൽക്കുന്ന സമയത്താണ് കല്യാട്ട വീട്ടിൽ CH മുഹമ്മദ് കോയ സാഹിബ് ചെല്ലുന്നത്. UA ഖാദർ സാഹിബിന് ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ ആ കുട്ടി എന്താ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് കണ്ടു. ആ കുട്ടിയോട് ചോദിച്ചു. CH-ൻ്റെ മനസ്സിലൊരു മുറിവായി അവിടെ കിടന്നു. പിന്നെ ഒരിക്കൽ അതിൽ പോകുമ്പോൾ CH ഒരു പുസ്തകം ഖാദറിന് കൊടുക്കുകയാണ്, വായിക്കണം. മലയാളത്തിലെ മനോഹരമായ പുസ്തകങ്ങളുണ്ട്, വായിക്കണം. ഖാദർ പറയണു, മലയാളത്തിൽ വായിക്കാൻ അത്ര പുസ്തകങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിപ്പിച്ച ആദ്യത്തെ മനുഷ്യൻ CH-ആണ്. ആ CH മുഹമ്മദ് കോയ സാഹിബ് ആ കുട്ടിയെ കണ്ടിട്ട്, ആ കുട്ടി കേരളത്തിൽ എവിടെ എത്തി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് ഒരു ആഘോഷവും ഇല്ലാതെ ഇപ്പം അങ്ങനെ കണ്ടെത്താനാവുക. ഇന്ന് കണ്ടെത്തുന്നുണ്ട്, എന്തിനാ വെച്ചാൽ ശരിയാക്കാനാണ്. കണ്ടെത്തുന്നത് അവനെങ്ങാനും വളർന്നാൽ നാളെ പാരയാവും എന്നുള്ള നിലക്കിൽ ശരിയാക്കലുണ്ടല്ലോ. ഈ കണ്ടെത്തലല്ല, ആളുകളെ കണ്ടെത്തി വളർത്തിയെടുത്ത് അവരെ സമൂഹത്തിനും സമുദായത്തിനും ഗുണകരമാക്കി മാറ്റിയെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് മികവുറ്റ ഒരു സമുദായ നേതാവ്, അതിശക്തമായ നിലപാട്, അതിനേക്കാളും അപ്പുറത്ത് സൗഹൃദം. ഇനി ഞാനൊരു കാര്യം പറയാം. ഈ 1921 മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ തകർച്ചയിൽ നിന്ന് അതിജയിക്കാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ യത്തീംഖാനകൾ വരുന്നത്.
അതൊരു സമുദായത്തിന് ജയിച്ചു വരാനുള്ളൊരു മാർഗമാണ്. ആ മാർഗത്തിൽ അനിവാര്യമായി ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട്. അതിനായിരുന്നു ബാഫക്കി തങ്ങൾ തിരൂരങ്ങാടി യത്തീംഖാനയുടെ പ്രൊമോട്ടറായി നിന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ബാഫക്കി തങ്ങൾ തിരൂരങ്ങാടി യത്തീംഖാനയുടെ ഒരു പ്രൊമോട്ടറായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ വന്ന ഒരു സ്ഥാപനം. അതിൻ്റെ പള്ളിയുടെ ഉദ്ഘാടനത്തിൻ്റെ കല്ല് ഇടക്ക് നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഒന്ന് പോയിട്ട് കാണണം. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പള്ളിയുടെ കല്ലിൽ ബാഫക്കി തങ്ങളുടെ പേരുണ്ട്. എങ്ങനെയാ പേര് വന്നത്? വയനാട്ടിലെ ജമാൽ സാഹിബ് പറയുന്നുണ്ട്, അദ്ദേഹം സുന്ദരനായ, പ്രിയപ്പെട്ട ജമാൽ സാഹിബിനെ നിങ്ങൾക്ക് അറിയാലോ, സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. വെലസി നടക്കണം, നല്ല കാശൊക്കെ കയ്യിലുള്ള ഒരാൾ. ഒരിക്കൽ ബാഫക്കി തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വെലസി നടന്നാൽ പോരാ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ആ യത്തീംഖാന നോക്ക്, അവിടുത്തെ കുട്ടികളെ രക്ഷിക്കാൻ നോക്ക്. വയനാട് ജമാൽ സാഹിബിനെ കണ്ടെത്തുന്നത് ബാഫക്കി തങ്ങളാണ്, വിളിച്ചുപദേശിക്കുന്നത് ബാഫക്കി തങ്ങളാണ്. എപ്പോഴും ജമാൽ സാഹിബ് പറയും, എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല ബാഫക്കി തങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന്. എം കെ ഹാജിയായിട്ട് ഭയങ്കരമായ ബന്ധം. ഇന്ന് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് അതിജീവനത്തിൻ്റെ കാലാണ്. ഓൻ ആരാണ്, സലാം ചെല്ലാൻ പറ്റുമോ, ഓൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാവുന്ന കാലമായിരുന്നില്ല, അതിജീവനത്തിൻ്റെ കാലാണ്. ഇന്ന് എന്താണെന്നറിയാം, നമ്മളതൊക്കെ നോക്കുന്നത് ഇന്ന് വറ്റുകുത്തുന്ന കാലാണ്, തിന്ന വറ്റുകുത്തുന്ന കാലാണ്. അന്ന് 21 നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി ഷംസുൽ ഉലമയും KC അബ്ദുള്ള മൗലവിയും വല്ലാത്ത ആത്മബന്ധം ഉണ്ടായിരുന്നു. ചരിത്രമല്ലേ അല്ലെന്ന് പറയാൻ കഴിയുമോ? വല്ലാത്ത ആത്മബന്ധം ഉണ്ടായിരുന്നു. അവർ തമ്മിലുള്ള ഒരു ഹൃദയബന്ധത്തെ എത്രയോ ഇടങ്ങളിൽ ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ KM മൗലവി വരുമ്പോൾ, ലീഗിൻ്റെ യോഗത്തിലേക്ക് വരുമ്പോൾ, KM മൗലവി എന്ന് പറഞ്ഞാൽ മെലിഞ്ഞുണങ്ങിയ ഒരു സാധു മനുഷ്യനാണ്. വരുമ്പോൾ ബാഫക്കി തങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. അത് കാണുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. KM മൗലവി ഒരു ചെറിയ വിഷമത്തിലാണ് ഇരിക്കുക. എന്നെ കണ്ടിട്ട് ബാഫക്കി തങ്ങൾ എഴുന്നേറ്റല്ലോ എന്നുള്ള ആ ഹൃദയത്തിൻ്റെ ഭാരം കൊണ്ടായിരിക്കുക. യോഗം കഴിയുമ്പോൾ ബാഫക്കി തങ്ങൾ പറയും, പ്രാർത്ഥിച്ചിട്ട്, മൗലവി പ്രാർത്ഥിക്കുമെന്ന് പറയും, മൗലവിയോട് പറയും. ഈ ആത്മബന്ധത്തിൻ്റെ ആഴെന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ചരിത്രത്തിൽ നിഷേധിക്കാൻ വയ്യാത്ത ഇങ്ങനെ ഒരു നേതാവ്. ഇപ്പോൾ ഈ കേരളത്തിൽ ഇപ്പം ചെയ്യുന്നൊരു മോശത്തരം പറയാതെ ബാഫക്കി തങ്ങൾ അനുസ്മരിക്കുന്ന ഒരു യോഗത്തിൽ നിന്ന് പോകാൻ പാടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്താ പറയുന്നത് അറിയോ? ബാഫക്കി തങ്ങളെ സീതി സാഹിബും ഉപ്പി സാഹിബും കൂടെ പറ്റിച്ചതാണ്. സുന്നികളുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് ബാഫക്കി തങ്ങളെ, നേതാക്കന്മാരുടെയും നേതാവായ ബാഫക്കി തങ്ങളെ, കുശാഗ്ര ബുദ്ധിയുള്ള, അനിതസാധാരണമായ നേതൃപാടവമുള്ള, നമ്മളൊക്കെ മനസ്സിലെ ദുഷിപ്പുകൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാ പറയണമെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ബാഫക്കി തങ്ങളെ പറ്റിച്ചതാണ്. എന്തിനറിയാം? സുന്നികളെ പിടിച്ചിട്ട് ലീഗിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം ആ ബാഫക്കി തങ്ങൾ കുറിച്ച് പറയുന്നിടത്ത് ഒരിക്കലും ടൗൺ ഹാളിൻ്റെ മുമ്പിലൂടെ ബാഫക്കി തങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ, കാറ് പാസ് ചെയ്യുമ്പോൾ, ശരീഅത്ത് വിവാദ കാലമാണ്, പ്രൗഢമായ ഒരു പ്രസംഗം ടൗൺ ഹാളിൽ നിന്ന് നോക്കുമ്പോൾ അബ്ദുള്ള സാഹിബിൻ്റെതാണ്. തങ്ങൾ കാറ് നിർത്തി കുറച്ചു നേരം പ്രസംഗം കേട്ടു. ചന്ദ്രികയിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഫുൾ ടെക്സ്റ്റ് റിപ്പോർട്ട് ചെയ്യണം. ആ കാലാണ്. ജമാഅത്തെ ഇസ്ലാമി ബാഫക്കി തങ്ങളെ പറ്റിച്ചതാ. ആ പറയുന്ന വാക്കുകൾക്ക് അന്ന് അതിന് പ്രാധാന്യമുണ്ടായിരുന്നു. അതാണ് കാര്യം. ലീഗ് അതിനുള്ളതാണ്. നിങ്ങൾ ഈ കുഴപ്പത്തിനിടയിൽ മറന്നു പോകരുത്. ഈ ഇൻക്ലൂസീവ്നെസ് ഉണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന സമുദായം എന്ന് പറയുന്ന പരിപ്രേക്ഷ്യത്തിൽ നിൽക്കുന്ന ഒന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ അടുത്ത് ഈ PP മുഹമ്മദ് ഫൈസി, ബഹുമാന്യനായ PP മുഹമ്മദ് ഫൈസി സമസ്തയുടെ അനിഷേധ്യനായ നേതാവാണ്. PP-യെക്കുറിച്ച് സമസ്തയിൽ പറയുന്ന ഒരു കാര്യം, സമസ്തയിൽ ആളുകൾ വരുന്നൊരു കാര്യമുണ്ട്. PP-യെ പോലെ ഒരാൾ എല്ലാ ജില്ലയിലും ഉണ്ടായിരുന്നെങ്കിൽ, അത്ര വലിയ സമസ്തയുടെ സംഘാടകനാണ് അദ്ദേഹം. സമസ്തയുടെ ചരിത്രം ഇത് രേഖയാണ്. ഈ കുത്തിത്തിരിപ്പുകാരറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ്. ബാഫക്കി തങ്ങളൊക്കെ ആക്ഷേപിക്കാൻ വരുന്ന ഈ സമുദായ ഐക്യത്തിന് പാരവെക്കാൻ വരുന്നവർ അറിയാൻ വേണ്ടി ഞാൻ പറയുന്നത് ചരിത്രമാണ്. സമസ്തയുടെ ആധികാരികമായ ചരിത്രം എന്ന് പറയാവുന്ന സമസ്തയുടെ ചരിത്രം എന്ന് പറഞ്ഞ് PP മുഹമ്മദ് ഫൈസി എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഇപ്പോഴുണ്ട്. അതിൽ പറയുന്നത് 961 ചെമ്മാടിൻ്റെയും തിരൂരങ്ങാടിയുടെയും അടുത്ത് കക്കാട്
സുന്നി സമ്മേളനം നടന്നു. പ്രൗഢമായ സമസ്ത സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ 2 പ്രത്യേകതയുണ്ട്. അദ്ദേഹം എഴുതുകയാണ്. ഒന്ന്, അതൊരു അമ്പലപ്പറമ്പിൽ നടന്ന സമ്മേളനമാണ്. അമ്പല കമ്മിറ്റി ആ ഭൂമി റെഡിയാക്കി കൊടുത്തിട്ട് സമസ്തൻ്റെ സുന്നിയുടെ സമ്മേളനം നടത്താൻ സമ്മതിച്ചു. രണ്ടാമത്തെ പ്രത്യേകത എന്താ അറിയങ്ങൾ? ആ സമ്മേളനത്തിൽ സദസ്സിലും സ്റ്റേജിലും MK ഹാജി ഉണ്ടായിരുന്നു. സുന്നി നേതാക്കന്മാരുടെ മഅ്മൂമായി MK ഹാജി നിസ്കരിച്ചിട്ടാണ് അവിടുന്ന് പോയത്. ഇത് ചരിത്രമാണ് സഹോദരന്മാരെ. എല്ലാവരും ചേർന്നുണ്ടാക്കിയിട്ടുള്ള മനോഹരമായ സുന്നി പണ്ഡിതരുടെ ഇമാമത്തിൻ്റെ പിറകിൽ മഅ്മൂമായി ഇന്ന് ആ മനുഷ്യൻ നിസ്കരിച്ചിട്ടാണ് പോയത്. ബാഫഖ് തങ്ങൾ, ഞാൻ വിചാരിക്കുന്നു, ജനിക്കേണ്ടിയിരുന്ന കാലം പതിറ്റാണ്ടുകൾക്ക് മുമ്പല്ല, ഈ 2025 അങ്ങനെ ഒരു നേതൃത്വം വേണ്ടതെന്ന് പലരും പറയുമ്പോൾ ആലോചിച്ചു പോകും. ഇന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയാത്ത, ഭയമുള്ള, നേര് പറഞ്ഞാൽ 4 വോട്ട് പോകുമോ എന്ന് പേടിച്ചിട്ട് കോളിനോസ് ചിരിയും ചിരിച്ചിട്ട് കണ്ടവനെയൊക്കെ സോപ്പിട്ട് നടക്കുന്ന ഈ കാലത്ത് നിശ്ചയദാർഢ്യമുള്ള, നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമുദായം എന്ന് പറയുമ്പോൾ ഉടൽ വിറക്കുന്ന ഒരു നേതാവ് വേണമായിരുന്നു ബാഫഖ് തങ്ങൾ. അതായിരുന്നു ബാഫഖ് തങ്ങൾ. അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യൻ, എല്ലാ അർത്ഥത്തിലും ഒരു വിപ്ലവകാരിയായിട്ടുള്ള ഒരു മനുഷ്യൻ. ജന്നത്തുൽ മഹല്ലയിൽ എപ്പോഴും കബീർ സാഹിബ് പ്രസംഗിക്കുമ്പോൾ ബാഫഖ് തങ്ങളുടെ അവസാന നിമിഷങ്ങൾ പറയും. ശരിക്കും ഉടല് വിറച്ച് ഞങ്ങൾ കേൾക്കാറുണ്ട് ചെറുപ്പകാലം മുതൽ. ഞാൻ നേരത്തെ മുനീർ ഖാനോട് പറയായിരുന്നു, കബീർ സാഹിബ് എറണാകുളം ജില്ല MSFൻ്റെ പ്രസിഡന്റ് എന്ന് എഴുതി കാണിച്ച കൊല്ലം ഞാൻ ജനിച്ച കൊല്ലാണ്. അപ്പോൾ കബീർ സാഹിബ് എനിക്ക് എത്ര ക്ലാസ് എടുത്തിട്ടുണ്ടാവും? ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ജന്നത്തുൽ മഹല്ലയിൽ കിടക്കുന്ന ബാഫഖ് തങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയം, മോന് ബാഫഖ് തങ്ങളെ പോകുമ്പോൾ മരുന്നൊക്കെ അങ്ങനെ പെട്ടിയിൽ എടുത്തു വെക്കുമല്ലോ. അപ്പം മരുന്ന് കുറച്ച് കുറവാണ്, വാങ്ങണ്ടേന്ന് ചോദിച്ചു. മോനോട് പറഞ്ഞു അത് മതിയാവും. ആ മരുന്ന് മതിയായിരുന്നു ബാഫഖ് തങ്ങൾക്ക്. ഉമ്മത്തിൻ്റെ നേതാവാണ്. മരിക്കുന്ന സമയത്ത് കലക്ടർ ആരായിരുന്നു അന്നത്തെ? അബ്ദുൽ ഖാദർ ഹാജി. അദ്ദേഹത്തിന് 2 ലക്ഷം റുപ്യ കടാണ്, എഴുതി വെച്ചിട്ടാണ് പോയത്. കേരളത്തിലെ ഗവൺമെൻറ്റിനെ കൈവെള്ളയിലെടുത്ത് അമ്മാനമാടിയ, റങ്കൂണിലും അന്നത്തെ പഴയ പാകിസ്ഥാൻ്റെ അന്നത്തെ തലസ്ഥാനത്ത് കറാച്ചിയിലും ബോംബെയിലൊക്കെ ബാഫഖ് ആൻഡ് കമ്പനി എന്ന് പറഞ്ഞിട്ട് കമ്പനി നടത്തിയ ബിസിനസ്സുകാരൻ. സഹോദരന്മാരെ, നമ്മൾക്ക് അത്രമേൽ സമ്പുഷ്ടമായ ലീഡർഷിപ്പിനാൽ നമ്മൾ അനുഗ്രഹീതരാണ്. ഇപ്പോഴും ഉമ്മത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് കഴിയുന്ന, അവരെ ഏകോപിപ്പിക്കാൻ കഴിയുന്ന സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള നേതൃത്വത്തിന് കരുത്തു കൊടുക്കാൻ, അപവാദങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാക്കുന്നവരെ തിരുത്തി കരുത്തു കൊടുക്കാൻ നമ്മളാണ് പരിശ്രമിക്കേണ്ടത്. നിങ്ങൾ ഈ അവാർഡ് കബീർ സാഹിബിന് കൊടുക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു നേതാവ് എന്ന് പറയുന്നത് ഇങ്ങനെ പറന്നിറങ്ങുന്ന ആൾ. ഇപ്പം കബീർ സാഹിബിനെ കുറിച്ച് പലരും പറയുന്ന സാധനം അതെവിടെ ഇരിക്കണോണ്ട് പറയാൻ പറ്റും, ഭയങ്കരമായിട്ട് വിജയിക്കാതെ പോയ ആൾ. അതെന്താ കാര്യം വെച്ചാൽ മന്ത്രി ആയില്ല മൂപ്പരെന്നുള്ള ആൾക്കാവും, അല്ലെങ്കിൽ വേറെന്ത്. ഞാൻ ചോദിക്കട്ടെ, എത്ര മന്ത്രിമാരുണ്ടായിരുന്നു? എത്ര MLA മാരുണ്ട്? ഒറ്റയടിക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? മുസ്ലിം ലീഗിനൊരു നേതാവ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാരുടെ മനസ്സിൽ ആദ്യം പറന്നു വരുന്ന പേരുകളിലൊന്ന് ടി അഹമ്മദ് കബീർ സാഹിബിൻ്റെ പേരാണ്. അതിനപ്പുറത്ത് എങ്ങനെയാണ് ഒരാൾ ഒരു നേതാവാകുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഒരാൾ ഒരു ലാഭേച്ഛയുമില്ലാതെ നിന്ന ഒരാൾ? എനിക്ക് കബീർ സാഹിബിനോട് ഭയങ്കര ഇഷ്ടമുള്ള ചില ഇഷ്ടങ്ങൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. സാമുദായികതയെ ഉയർത്തിപ്പിടിക്കുന്ന നേതാക്കന്മാർ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും. CH അങ്ങനെ ഒരാളാണ്. പ്രസംഗത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും അദ്ദേഹത്തിന് പറയാൻ ചില കാര്യങ്ങളുണ്ടാവും.
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊക്കെ സിയച്ച് അതിവൈകാരികമായി പറയുമ്പോൾ നെഞ്ചിനകത്തേക്ക് അതിങ്ങനെ വീഴും. അവനവൻ്റെ ഫമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അത് ഉള്ളു പടക്കേണ്ടതാണ്, വെറുതെ പറയേണ്ട സാധനമല്ല. നിൽക്കുന്ന സാമുദായികതയെ ഉയർത്തിപ്പിടിക്കുക. കബീർ സാഹിബിൻ്റെ ഒരുപാട് പ്രസംഗങ്ങളിൽ ഞാൻ കേട്ടൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയും, നിങ്ങൾ ഖുർആൻ വായിക്കണം, പരിഭാഷയോടുകൂടെ വായിക്കണം. കബീർ സാഹിബെ, നിങ്ങളിങ്ങനെ അവശനായിരുന്നാലും എത്ര ക്ഷീണിച്ചാലും അങ്ങനെ ഖുർആൻ വായിച്ച ഒരുപാട് കുട്ടികളുണ്ടെന്ന് എനിക്കറിയാം. അതിൻ്റെ പ്രതിഫലം അങ്ങേക്ക് ഒരുപാടാണ്. അങ്ങനെ കുറേ ആൾ പറഞ്ഞിട്ടില്ല. ഞാൻ ചേന്നമംഗലൂർ ഇസ്ലാമിക കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഖുർആൻ്റെ പരിഭാഷ പൂർണ്ണമായിട്ട് വായിക്കുന്നത്. 2-3 ഘട്ടങ്ങളായി വായിച്ചു, കാരണം വ്യത്യസ്തമായ നിരീക്ഷണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ പ്രചോദനം കബീർ സാഹിബായിരുന്നു. സത്യത്തിൽ എപ്പോഴും ഞാൻ ഇതുമായി ആലോചിക്കുമ്പോൾ, രണ്ടാമത്തെ ഒരു കാര്യം, സിയത്തിന് ശേഷം ലോകതലത്തിലെ ഇസ്ലാമിക ചലനങ്ങൾ ഇതുപോലെ പറഞ്ഞ ഒരാൾ വേറെ ഉണ്ടാവില്ല കബീർ സാഹിബിനെ പോലെ. ലോകത്തല ഇപ്പോൾ കബീർ സാഹിബിൻ്റെ കാലത്താണ് അഫ്ഗാൻ ചെമ്പട റഷ്യ വിടുക എന്ന് പറയുന്ന വലിയ റഷ്യൻ ചെമ്പട അഫ്ഗാൻ വിടുക എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു പ്രമേയവും മുദ്രാവാക്യമൊക്കെ വന്നത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ലോകത്ത് നടക്കുന്ന എല്ലാ മുസ്ലിം മൂവ്മെൻറ്റുകളെയും നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ വരച്ചു കാണിക്കും. സിയച്ചും സീതി സാഹിബും ബാഫക്ക് തങ്ങളുമൊക്കെ സന്നിവേഷിച്ച ഒരാൾ, അതാണ് കബീർ സാഹിബ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ വന്നതിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന്, അങ്ങനെ ഒരു ആദരിക്കാൻ കബീർ സാഹിബ് നിന്ന് തരുത്ത് ഒരു ചെറിയ പണിയാണ്. കബീർ സാഹിബ് എന്ന് വെച്ചാൽ പിന്നെ മലബാറിലെ ഈ ഉരുണ്ട് പരണ്ട് കളികളിൽ അത്ര വലിയ ശീലമില്ലാത്ത ആളായതുകൊണ്ട് അദ്ദേഹം ഒരു തെക്ക് നിന്ന് വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു നേതാവായി വന്ന്, അപ്പോൾ എൻ്റെ വളരെ കാര്യപ്പെട്ട ചില ആളുകളോടൊക്കെ, അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന ആളുകളോട് കബീർ സാഹിബ് പറയുന്ന ഒരു സാധനമുണ്ട്. ഞാൻ അവിടെ പറയാം, ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നാലും ഞാൻ പറയണില്ല. വളരെ കാര്യമായിട്ട് വിളിക്കും, ഞങ്ങളെ വിളിച്ചിട്ട് പറയും, കോഴിക്കോട് താമസിക്കണം, അവിടെ പറ്റുമെങ്കിൽ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യണം, നീ ലീഗിൽ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എങ്കിൽ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നതിന് കോഴിക്കോട്, അപ്പോൾ ഞാൻ പറയും നല്ല ഭക്ഷണം കിട്ടുമെന്നുള്ള ആൾക്കായിരിക്കും എന്നാണ്. അപ്പോൾ കബീർ സാഹിബ് പറയുന്നത് അവിടെ വേണമെന്നാണ്. അപ്പോൾ കബീർ സാഹിബിന് അത് എല്ലാത്തുകൊണ്ടുള്ള എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അതല്ലെങ്കിൽ കുട്ടികൾക്ക് ഇനി അങ്ങനെ വേണം, കോഴിക്കോട് നിന്ന് രാഷ്ട്രീയം പറയേണ്ടതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ടായിരിക്കാം. അദ്ദേഹത്തിന് ഈ അവാർഡിൽ നിന്ന് അദ്ദേഹം അത് സ്വീകരിക്കും. എനിക്ക് അദ്ദേഹത്തിൻ്റെ അവാർഡിന് നന്ദി പറയാനാണ് അദ്ദേഹം പ്രസംഗിക്കേണ്ടത് ഇവിടെ. പക്ഷേ അപ്പോഴുള്ള കബീർ സാഹിബിൻ്റെ ഒരു ലജ്ജയെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം ഒരുപാട് കാലമായിട്ട് കബീർ സാഹിബിനെ കാണുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയണത്, കബീർ സാഹിബ് അടക്കമുള്ള ഒരു നിരയുണ്ട് മുസ്ലിം ലീഗിൻ്റെ അനുഗ്രഹീതമായ. ഇപ്പോൾ മുനീർ സാഹിബ് നേരത്തെ പറഞ്ഞു, നിയമസഭയിൽ ഇപ്പോൾ നമ്മളുടെ ആലപ്പുഴയിലുള്ള നിങ്ങളെ ശേഷം പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള നമ്മളെ സുധാകരേട്ടൻ, എന്ത് വിയോജിപ്പുണ്ടെങ്കിലും സുധാകരേട്ടൻ നിയമസഭയിൽ പ്രസംഗിച്ചാൽ, കബീർ സാഹിബ് പ്രസംഗിച്ചാൽ, ഞങ്ങളൊക്കെ ഇങ്ങനെ കുട്ടികൾ ഒരു ക്ലാസ്സിലിരിക്കുന്ന അതിശയത്തോടെ ഇങ്ങനെ കേൾക്കും. എന്താ ഈ പറയണതെന്ന് തുടക്കത്തിൽ മനസ്സിലാവില്ല, ഫിനിഷ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പോയിന്റ് പിടുത്തം കിട്ടുക. അങ്ങനെയാണ് കബീർ സാഹിബിൻ്റെ ഒരു അവതരണ രീതി എന്ന് പറയുന്നത്. ചെറുപ്പക്കാരെ അവരുടെ ഓർമ്മകളിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വൈകാരികതയെ കുത്തി നിറച്ച ഒരു വലിയ ലീഗ് രാഷ്ട്രീയത്തിലെ ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു വലിയ ജീവിത സംവിധാനത്തെ, അല്ലെങ്കിൽ ഒരു കാലയളവിനെ കബീർ സാഹിബെ നിങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ ഒന്നിൻ്റെയും മുമ്പിൽ അങ്ങനെ പതറാതെ ധൈര്യത്തോടെ നിൽക്കണമെന്ന് അങ്ങ് പറഞ്ഞത് കേട്ട് അതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അതിൻ്റെ കുറ്റം അങ്ങക്കാണ്. അതുകൊണ്ട് അങ്ങ് നിൽക്കാൻ നമ്മളെ പഠിപ്പിച്ചത്, അങ്ങനെ കോംപ്രമൈസ് ചെയ്യരുത് എന്ന് പഠിപ്പിച്ചത്, ധൈര്യമായി നിൽക്കണമെന്ന് പഠിപ്പിച്ചത്, നഷ്ടങ്ങൾ ഭൗതികമല്ലെന്ന് പഠിപ്പിച്ചത്,
അതിൻ്റെ മനസ്സ് പതറുമ്പോൾ മാത്രമാണ് എന്ന് പിന്നെയും പിന്നെയും ഓർമ്മിപ്പിച്ചത്. പ്രിയപ്പെട്ട കബീർ സാഹിബേ, നിങ്ങളാണ് അങ്ങനെ ഒരുപാട് ദ്രോഹം നിങ്ങൾ ആളുകളോട് ചെയ്തിട്ടുണ്ട് എന്നുകൂടെയും ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ എനിക്ക് ഒരുപാട് ചെറുപ്പക്കാരറിയാം. കബീർ സാഹിബിൻ്റെ പ്രസംഗം കേട്ട് അതിവൈകാരികമായി മുസ്ലിം ലീഗിനെ കണ്ടിട്ട് ഇപ്പോഴും പിന്നെ പൊട്ടിത്തെറിച്ച് കിടക്കുന്ന കുറേ ആൾക്കാർ എനിക്കറിയാം. ഞാൻ അവരോട് പറയും, കുറച്ചൊക്കെ എന്നെപ്പോലെ പ്രാക്ടിക്കലായിട്ട് പൊട്ടിത്തെറിയുടെ കൂടെ നടക്കാൻ പറയുന്നത്. എത്രയോ കൊയിലാണ്ടിക്കാരായ ആളുകളെ തന്നെ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ ഞാനതൊന്നും അത് പറയാൻ നിൽക്കണില്ല. കബീർ സാഹിബ് കാണിച്ചു തന്നിട്ടുള്ള ഒരു വെളിച്ചം അത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിറച്ചു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതൊക്കെ തന്നെ നമുക്കെല്ലാവർക്കും പരലോകത്തും അള്ളാഹു ഒരു നന്മയായി തരാൻ അള്ളാഹു നമുക്ക് അതിന് ഭാഗ്യം തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുനീർ സാഹിബിൻ്റെയും കബീർ സാഹിബിൻ്റെ ഒക്കെ കൂടെ ഒരു അനുയായിയായിട്ട് നിൽക്കാൻ കഴിഞ്ഞതിലുള്ള അഭിമാനവും അതിൻ്റെ ഒരു ആത്മാതിരേകവും ഇവിടെ അറിയിച്ചുകൊണ്ട് കൊയിലാണ്ടി മണ്ഡലം KMCCയെ ഈ പരിപാടിയുടെ പ്രത്യേകത കൊണ്ട് ഹൃദയംഗമമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ പ്രൗഢമായ ചടങ്ങിന് ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ദുബൈ KMCCയുടെ പ്രഗത്ഭനായ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അൻവർ അമീൻ സാഹിബിനോട് ആദരവോടെ അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അവാർഡ് ജേതാവ് പ്രിയങ്കരനായ ടി അഹമ്മദ് കബീർ സാഹിബ്, ഡോക്ടർ MK മുനീർ MLA, പ്രിയപ്പെട്ട ഷാജി സാഹിബ്, ഒരു പ്രസംഗത്തിന് തീരെ പ്രസക്തിയില്ലാത്ത സമയത്ത് ഇന്ന് ഇവിടെ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച കൊയിലാണ്ടി നിയോജക മണ്ഡലം KMCC കമ്മിറ്റിയെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഞാൻ ഈ സാഹചര്യം ഉപയോഗിക്കുകയാണ്. ഒരു മണ്ഡലം കമ്മിറ്റി ഇത്രയും വലിയൊരു പരിപാടി വളരെ നല്ല രൂപത്തിൽ സംഘടിപ്പിച്ചത് KMCCക്കും അതേപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ നാം എല്ലാവരും നമ്മുടെ ഹൃദയത്തിൻ്റെ മാണിക്യക്കൊട്ടാരത്തിൽ എന്നും വളരെ ബഹുമാനാദരോടുകൂടി നോക്കിക്കാണുന്ന സയ്യിദ് ബാഫക്കി തങ്ങളുടെ സ്മരണ നിലനിൽക്കുന്ന ഈ ഒരു ചടങ്ങിന് സർവ്വവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. അസിയാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന നറുക്കെടുപ്പ് ഈ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് ഈ വേദിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതിനു മുമ്പ് ദുബൈ KMCC കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് KP മുഹമ്മദ് ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കും.